ഫിറ്റ്സ് അല്ലാതെ സീഷർ, അപസ്മാരം ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യം വരുന്നുണ്ട്? അപസ്മാരം അഥവാ സീഷേഴ്സ് ഉള്ള കുട്ടികൾ, അതായത് നേരത്തെ അവർ മരുന്നെടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റലി ചില അബ്നോർമാലിറ്റി ഉള്ള സിൻഡ്രോമിക് കുട്ടികൾ, ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് സീഷേഴ്സ് ട്രിഗർ ആവാം. ആ ട്രിഗർ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാം, പനി ആവാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കറക്റ്റ് ഡോസ് ചിലപ്പോൾ മരുന്നെടുക്കാതെ വരുന്ന അവസ്ഥയിൽ, ചിലപ്പോൾ അവരുടെ പാരൻസ് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ, ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഈ സീഷേഴ്സ് ട്രിഗർഡ് ആവും. ഈ സീഷേഴ്സ് തന്നെ നിർത്താതെ സീഷർ അടിക്കുകയും അത് നമ്മൾ കൺവെൻഷനലായിട്ട് നമ്മൾ 2-3 ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് കൊടുക്കുകയും ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ് അതിനെ നമ്മൾ റീഫ്രാക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും. അത് വീണ്ടും പ്രൊലോങ് ചെയ്ത് പോകുമ്പോൾ അതിനെ നമ്മൾ സൂപ്പർ റീഫ്രാക്ടറി സീഷേഴ്സ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുകയും നമ്മൾ കൺവെൻഷനലായിട്ട് ഇൻറ്റൻസിവിസ്റ്റ് ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള 1-2 IV ആയിട്ടുള്ള ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ എയർവേ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവരുടെ നെക്ക് ചെറുതാണ്, അവർക്ക് പെട്ടെന്ന് അവർക്ക് സെക്രീഷൻസ് നിറയും, അവരുടെ സലൈവയെല്ലാം നിറഞ്ഞ് അവരുടെ എയർവേ അടഞ്ഞു പോകാനും വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ എയർവേ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കൺവെൻഷനായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ 2-3 ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് നമ്മൾ നല്ലൊരു എമർജൻസി സെറ്റപ്പിൽ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. എന്നിട്ടും ആ സീഷേഴ്സ് അല്ലെങ്കിൽ അപസ്മാരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരുമ്പോൾ എത്രയും പെട്ടെന്ന് കൊച്ചിൻ്റെ എയർവേ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റൻസിവിസ്റ്റോ അനസ്തീഷ്യ ഡോക്ടറോ വന്നിട്ട് കുട്ടികളെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ആവശ്യകതയുണ്ട്.